ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിങ്കണസ് മെഷീൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് അതിൻ്റെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അതിൽ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സാലിയൻസിനെ പറ്റിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കുറച്ച് എക്സ്റ്റൻഡ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരാവുന്ന കുറച്ച് പോർഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് സാലിയൻസി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, സാലിയൻസി. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മളതിൽ 2 ടൈപ്പ് മെഷീനുകളുണ്ട് അല്ലേ. അതൊക്കെ നമ്മളുടെ ഓൾട്ടർനേറ്റർ തന്നെ സിലിണ്ടറിക്കൽ റോട്ടർ മെഷീനും ഉണ്ട്, സിമിലർലി സാലിൻ പോൾ മെഷീനും ഉണ്ട്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിക്കൽ റോട്ടർ മെഷീൻ്റെ പ്രത്യേകത, നമ്മൾ ഈ പറയുന്ന സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയർ ഗ്യാപ്പ് എന്താണ്? എയർ ഗ്യാപ്പ് ഈസ് യൂണിഫോം അല്ലേ. ആ എയർ ഗ്യാപ്പ് പെരിഫറിയിൽ മൊത്തത്തിൽ എയർ ഗ്യാപ്പ് എന്താണ്? യൂണിഫോമാണ്. അതുപോലെ തന്നെ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ്റെ മോഡലിങ്ങിന് പറഞ്ഞ ജസ്റ്റ് കേൾക്കുക. അതായത് ആർമേച്ചർ റിയാക്ഷൻ്റെ മോഡലിങ്ങിന് വി നീഡ് ടു ഹാവ് ഓൺലി എ സിംഗിൾ റിലക്റ്റൻസ്. ഓക്കെ, ഒരു സിംഗിൾ റിലക്റ്റൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആർമേച്ചർ റിയാക്ഷൻ മോഡലിംഗ് നടത്താം. അതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ പ്രത്യേകത. വേറാസ് നമ്മുടെ സാലിയൻറ്റ് പോൾ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് സാലിയൻറ്റ് പോൾ മെഷീൻ നമ്മൾക്ക് ഈ സിംഗിൾ റിലക്റ്റൻസ് പോരാ. എന്തിനാ? നമ്മളുടെ ആർമേച്ചർ റിയാക്ഷൻ മോഡലിങ്ങിന് സിംഗിൾ റിയാക്റ്റൻസ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. അവിടെ 2 റിലക്റ്റൻസുകളുടെ ആവശ്യം ഉണ്ട്. 2 റിലക്റ്റൻസസ് ആവശ്യമുണ്ട്. അതായത് അത് 2 റിലക്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ആക്സിസുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതായത് 2 ആക്സിസ് ഉണ്ട്, അതായത് ഡി ആക്സിസ് ഉണ്ട്, അതുപോലെ ക്യൂ ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2 ആക്സിസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ 2 ആക്സിസുകൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ നമുക്ക് ആ ഒരു കേസിലാണ് നമ്മൾ ഏത് മോട്ടർ വരും? നമ്മളെ സാലിയൻറ്റ് പോൾ സിങ്കണസ് മെഷീൻ വേണ്ടി വരുന്നത്. അങ്ങനെ സാലിയൻറ്റ് പോൾ സിങ്കണസ് മെഷീനിലെ ഈ പറഞ്ഞ 2 ആക്സിസിലും എങ്ങനെയാണ് അതിൻ്റെ എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, യുവർ എയർ ഗ്യാപ്പ് ഈസ് മിനിമം. ഓക്കെ, അത് എയർ ഗ്യാപ്പ് ഈസ് മിനിമം along the direct axis. ഓക്കെ, ഡയറക്റ്റ് ആക്സിസിൻ്റെ അടുത്താണ് നമ്മൾ എയർ ഗ്യാപ്പ് മിനിമം. അങ്ങനെ എയർ ഗ്യാപ്പ് മിനിമം ഉള്ള സ്ഥലത്ത് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. ഇൻ ദാറ്റ് റീജിയൻ വിൽ ബി ഹാവിങ് ഹൈ ആർമേച്ചർ റിയാക്ഷൻ. കേട്ടിരുന്നാൽ മതി. അറ്റ് ദ സെയിം ടൈം ചെറിയൊരു 1 വേർഡ് പോലെയൊക്കെ ചോദിച്ചാൽ ആൻസർ ചെയ്യുക. അത് എയർ ഗ്യാപ്പ് മിനിമം ഉള്ള സ്ഥലത്താണ്. അത് ഏത് ആക്സിസിലാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആക്സിസിലാണ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ആർമേച്ചർ റിയാക്ഷൻ എന്താണ്? ഹൈ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടും ഉണ്ടാവുമല്ലോ. അതായത് നമ്മളുടെ എയർ ഗ്യാപ്പ് മാക്സിമം ഉള്ള സ്ഥലമുണ്ടാവും. ഈ എയർ ഗ്യാപ്പ് മാക്സിമം അലോങ് ഏത് ആക്സിസ് ആയിരിക്കും? നമുക്ക് ഒബ്വിയസ്ലി ക്വാഡ്രാച്ചർ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ക്വാഡ്രാച്ചർ ആക്സിസിൽ ദ ആർമേച്ചർ റിയാക്ഷൻ വിൽ ബി ലെസ് അല്ലേ, ലെസ്സർ ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷനോട് കൂടിയ ആക്സിസ് എന്നുള്ള പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ആക്ച്വലി നമ്മളെങ്ങനെ എക്സ്പ്രസ് ഇത് നമുക്ക് ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന XAD എന്നും ഇവിടെ XAQ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ സാലിയൻറ്റ് പോളിൽ സാലിയൻറ്റ് പോൾ എന്താണ് പ്രത്യേകത? നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ ഈസ് ഹൈ അല്ലേ. ഹൈ ഏത് ആക്സിസിലാണ്? ഡി ആക്സിസിലാണ് ഹൈ കമ്പയർഡ് ടു നമ്മളുടെ ക്യൂ ആക്സിസ്. കാരണം ആർമേച്ചർ റിയാക്ഷൻ അവിടെ എന്താണ്? ലോ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഇത് വ്യക്തമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഏത് ആക്സിസിലാണ് നമ്മളുടെ റിയാക്റ്റൻസ് കൂടുതൽ എന്നുള്ള ചോദ്യം. അതായത് നമ്മൾ ഓർത്ത് വയ്ക്കുക, XD ഈസ് ഗ്രേറ്റർ ദാൻ XQ. ഇതാണ് ചോദ്യം. ഇത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നമ്മളുടെ ക്വാഡ്രാച്ചർ ആക്സിസിൻ്റെ റിയാക്റ്റൻസ് ഈസ് ഡയറക്റ്റ് ആക്സിസ് റിയാക്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്വാഡ്രാച്ചർ ആക്സിസ്.
അപ്പോൾ ഡയറക്റ്റ് ആക്സിസിൻ്റെ റിയാക്ടൻസും ചോദിക്കുക, അതുപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷനും ചോദിക്കുക. രണ്ട് ചോദിച്ചാലും ആൻസർ സെയിം ആണ്. അതായത് നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ ഇൻ ഡയറക്റ്റ് ആക്സിസ് ഈസ് ഹൈ കമ്പയർഡ് ടു യുവർ ആർമേച്ചർ റിയാക്ഷൻ ഇൻ ക്യൂ ആക്സിസ്. ക്ലിയർ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് എക്സ് ഡി ഗ്രേറ്റർ ദാൻ എക്സ് ക്യൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു. ആക്ച്വലി സാലിയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെർമിനോളജിയിൽ വരുന്നതാണ്. അതായത് സാലിയൻസി എന്ന് പറയുന്നത് എക്സ് ഡി മൈനസ് എക്സ് ക്യൂ, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാലിയൻസി എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് നമ്മുടെ സാലിയൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോട്ടർ അല്ലെങ്കിൽ മെഷീൻ്റെ അതർ നെയിം എന്താണ്? നോൺ സാലിയൻ്റ് ആണ്. ശരിയല്ലേ? നോൺ സാലിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിവിടെ സാലിയൻസി കണ്ടീഷൻ വരില്ല. ശരിയല്ല? അതായത് നമ്മളുടെ എക്സ് ഡി മൈനസ് എക്സ് ക്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. ശരിയല്ല? അതായത് ഇതിനെയാണ് നമ്മൾ സീറോ സാലിയൻസി എന്ന് പറയുന്നത്. ഓക്കെ, സീറോ സാലിയൻസി എന്ന് പറഞ്ഞത്. അപ്പം നോൺ സാലിയൻ്റ് അല്ലെങ്കിൽ സീറോ സാലിയൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡി മൈനസ് എക്സ് ക്യൂ എന്തായിരിക്കും? 0. അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് ഡിയും എക്സ് ക്യൂ എന്താണ്? ഈക്വൽ ആണെന്നും പറയാം. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞിട്ട് എക്സ് ഡി ഗ്രേറ്റർ ദാൻ എക്സ് ക്യൂ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇനി വേണമെങ്കിൽ ഇത് എത്ര ടൈംസ് ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.5 to 2 times എക്സ് ക്യൂ എന്ന് വേണമെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് പോലെ പറയാവുന്നതാണ്. ഓക്കെ, അത് എക്സ് ഡി എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് മച്ച് ടൈംസ് എക്സ് ക്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഈ സാലിയൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിക്ക് തന്നെ ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ടു റിയാക്ഷൻ തിയറി. ഓക്കെ, കാരണം ഇവിടെ സാലിയൻ്റ്, അപ്പോൾ ടു റിയാക്ഷൻ തിയറി ഏത് മെഷീനിലാണ് വരിക? ഏത് മെഷീനിലാണ്? സാലിയൻ്റ് പോൾ മെഷീനിലാണ്. കാരണം രണ്ട് ആർമേച്ചർ റിയാക്ഷനുകൾ വരുന്നത്, അതുകൊണ്ടാണ് രണ്ട് റിയാക്ഷൻ ടു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ ആക്സിസിലുള്ളതാണ്? ഡയറക്റ്റ് ആക്സിസിലും ക്വാഡ്രന്റ് ആക്സിസിലും. അതുകൊണ്ടാണ് ടു റിയാക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ടു റിയാക്ഷൻ തിയറി ഏത് മെഷീനിലാണ് അപ്ലിക്കബിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓർക്ക് അത് ഏത് മെഷീനിലാണ്? സാലിയൻ്റ് പോൾ മെഷീനുകളിലാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാലിയൻ്റ് പോൾ അല്ലെങ്കിൽ നമ്മുടെ സാലിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് സാലിയൻ്റ് പോൾ ഓൾട്ടർനേറ്ററിൻ്റെ ഒരു ചെറിയ വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് 2-3 കാര്യങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് പോയിന്റ് ടു പോയിൻ്റ് ആണ് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ഇതിൽ. ഇപ്പോൾ ഈ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നോക്കാമെന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ഇത്രയും നമുക്ക് നോക്കാനുള്ളൂ ആക്ച്വലി. ഓക്കെ, അപ്പം വെക്ടർ ഡയഗ്രാം ഓഫ് നമ്മളെ സാലിയൻ്റ് പോൾ ഓൾട്ടർനേറ്റർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. നമുക്കിവിടെ ഡി ആക്സിസ് ഉണ്ടാവും. ഇവിടെ ഇ, ഇത് നെക്സ്റ്റ് this is IA, this is V, this is IARA, IARA അല്ല IDRA, this is IQRA, then this is IDXD. okay, IDXD ഇതാണ് IQXQ. ക്ലിയർ? ഈ ഒരു റേഞ്ചാണ് IDXD. ഓക്കെ, ദെൻ ഇതാണ് IQRA. ക്ലിയർ? ഇതാണ് V cos ഡോ. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ ഡയഗ്രത്തിന് കുറച്ച് ഇൻഫറൻസുകളെ നമ്മൾക്ക് അറിയാനുള്ളൂ. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതാണ് ID, ഇതാണ് IQ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡോ, ഇതാണ് ഫൈ, ഇതാണ് നമ്മുടെ
psi. ഓക്കെ, അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്റ്റ് വെക്ടർ ഡയഗ്രത്തിന് വിത്ത് റെസ്പെക്റ്റ് നമുക്ക് കുറച്ച് 2-3 കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് psi എന്ന് പറയുന്നത് 2 ആംഗിളിൻ്റെയും സമ്മേഷനാണ്. അത് phi ± ഡോ ആണ് നമ്മളീ പറയുന്ന psi. ഓക്കെ, അതിൽ തന്നെ പ്ലസ് ഡിനോട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയണം. ദിസ് പ്ലസ് ഡിനോട്ട്സ് നമ്മുടെ ലാഗിങ് പി എഫ്. ഓക്കെ, പ്ലസ് ഡിനോട്ട്സ് നമ്മുടെ ലാഗിങ് പി എഫ്. ദെൻ ലാഗിങ് പി എഫ് ഉണ്ട്, അതുപോലെ തന്നെ യു പി എഫ് ഉണ്ട്. ഓക്കെ, ദെൻ യുവർ മൈനസ് ഡിനോട്ട്സ് അവർ ലീഡിങ് പി എഫ്. ദെൻ അപ്പോൾ ആ സൈൻ്റെ കാര്യങ്ങൾ അത് നോക്കുക. ആ സൈ എന്ന് വെച്ചാൽ ആംഗിൾ, ആ രണ്ടും കൂടി ആംഗിൾ എന്താണെന്നുള്ള കാര്യം അറിയാം. ജസ്റ്റ് ഇതൊക്കെ നോട്ട് ചെയ്ത് പോയാൽ മതി. ഇത്രയേ പഠിക്കാനുള്ളതിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, ബട്ട് റെയർ കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സിമിലർ ഇത് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടെ ഡയറക്റ്റ് ആക്സിസിൻ്റെ ഫോമുല. ഓക്കെ, ഡയറക്റ്റ് ആക്സിസിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി IA sin psi. സിമിലർലി IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി IA cos psi. ഓക്കെ, അപ്പം ഈ ID എന്ന് പറയുന്ന സാധനമാണ് നമ്മളുടെ എന്ത് കറണ്ട്? ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് ആക്സിസ് ആർമേച്ചർ കറണ്ട്. ഇതാണ് ഡയറക്റ്റ് ആക്സിസ് ആർമേച്ചർ കറണ്ട്. നമ്മളുടെ IQ ആണ് എന്ത്? നമ്മളുടെ ക്വാഡ്രാക്ചർ ആക്സിസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ലാഗും അതുപോലെ മൈനസ് എന്തുമാണ്? ലീഡുമാണ്. ഓക്കെ, ഇനി നമ്മുടെ ടാൻ സൈ നോക്കാം. ടാൻ സൈ ഈക്വൽ ടു V sin phi ± IAXQ ഡിവൈഡഡ് ബൈ V cos phi പ്ലസ് IAR. ഓക്കെ, ഇതിലെ പ്ലസ്സും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ലാഗിങ് പി എഫും അതുപോലെ തന്നെ യു പി എഫിനെയും, വേറെ യുവർ മൈനസ് ഡിനോട്ട്സ് നമ്മളുടെ ലീഡിങ് പി എഫിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അറിയേണ്ട ഒരു ഫോമുല E = V cos ഡോ. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് അല്ല, ടോട്ടൽ വോൾട്ടേജ് ആണ് ഇതിൻ്റെ മൂന്നിൻ്റെയും സം ആയിരിക്കും. അപ്പോൾ V cos ഡോ പ്ലസ് IQRA ± IDXD. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാലൻറ്റ് പോൾ ഓൾട്ടർനേറ്റ്. ഇതുപോലെ മോട്ടറിൻ്റെ കേസ് ഉണ്ട്, പക്ഷേ മോട്ടറിൻ്റെ കേസ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഓൾട്ടർനേറ്ററിന് മാത്രമേ കാര്യമായിട്ട് നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെയൊക്കെ പ്രോബ്ലമൊക്കെ വളരെ റെയറായിട്ടേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ കൺസെപ്റ്റുകളും വളരെ ഇൻഡെപ്തായിട്ട് നമുക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഫോമുലവരും കാര്യങ്ങളും ഒന്ന് അറിയാനുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പുതിയൊരു ടെർമിനോളജി, പുതിയൊരു കൺസെപ്റ്റാണ് സ്ലിപ്പ് ടെസ്റ്റാണ്. ഓക്കെ, സ്ലിപ്പ് ടെസ്റ്റ്. അപ്പോൾ സ്ലിപ്പ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്ലിപ്പ് ടെസ്റ്റിൽ ഒരു ചോദ്യം ചോദിക്കുക, എന്തിനാണ് ഈ സ്ലിപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബട്ട് സ്ലിപ്പ് ടെസ്റ്റ് ആക്ച്വലി ചെയ്യുന്നത് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ XQൻ്റെയും XDൻ്റെയും മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലിപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ആർമേച്ചറിലേക്ക് ഒരു 3 phase സപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ 3 phase സപ്ലൈ കൊടുക്കുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് വോൾട്ടേജ് നമ്മൾ റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിയും കുറച്ച് കുറവുള്ള വോൾട്ടേജാണ് കൊടുക്കുക. അത് വേരിയാക്ക് വെച്ചാണ്. വേരിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റെസിസ്റ്റർ തന്നെയാണ്, ഒരു വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ, വേരിയാക്ക് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റർ ഇത് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ സർക്യൂട്ടും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. ഇതിലൊക്കെ 2 ഫോമുല അറിയാൻ വേണ്ടു. ഓക്കെ, അപ്പം നമ്മൾ ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് അവിടെ ഒരു വോൾട്ട് മീറ്റർ, അവിടെ ഒരു അമ്മീറ്റർ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യും മുതലായ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ നടക്കുമ്പോൾ നമുക്ക് 2 കേസ് കിട്ടുന്നുണ്ട്. ആ 2 കേസാണ് നമ്മൾ ഓരോ കേസിലും ഓരോ ഇൻഫറൻസുകളിലേക്ക് എത്തും. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ
നമ്മുടെ ആർമേച്ചർ പോൾസ്, വെൻ ആർമേച്ചർ പോൾസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന MMF നമ്മൾ ഡയറക്റ്റ് ആക്സിസിനെ അലൈൻ ചെയ്ത് വെക്കുക. ഇഫ് അലൈൻ വിത്ത് ഡി ആക്സിസ്, ഓക്കെ, ഡി ആക്സിസിനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഡി ആക്സിസിനെ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ തിങ്സ് ഈസ് ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഡി ആക്സിസ് ഇതാ, ഡി ആക്സിസിനാണ് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ എയർ ഗ്യാപ്പ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? എയർ ഗ്യാപ്പ് എന്തായിരിക്കും? എയർ ഗ്യാപ്പ് ഈസ് മിനിമം. ക്ലിയർ? ഈ എയർ ഗ്യാപ്പും റിലക്റ്റൻസിന് പ്രത്യേകത എന്താ? എയർ ഗ്യാപ്പ് ഈസ് പ്രപ്പോർഷണൽ ടു നമ്മളുടെ റിലക്റ്റൻസ് ആണ്. സോ റിലക്റ്റൻസും എന്തായിരിക്കും? സോ റിലക്റ്റൻസ് ഈസ് ഓൾസോ മിനിമം. ക്ലിയർ? അപ്പോൾ എയർ ഗ്യാപ്പ് മിനിമം, അറ്റ് ദ സെയിം ടൈം റിലക്റ്റൻസ് എന്താണ്? മിനിമം. അതുകൊണ്ട് തന്നെ we have to establish കോൺസ്റ്റൻറ്റ് ഫ്ലക്സ്. കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആർമേച്ചർ കറൻറ്റും എന്തായിരിക്കണം? അവർ ആർമേച്ചർ കറൻറ്റ് ഷുഡ് ബി ഓൾസോ മിനിമം. ആർമേച്ചർ കറൻറ്റും എന്താവണം? നമുക്ക് മിനിമം ആവണം. ക്ലിയർ? അങ്ങനെ ആർമേച്ചർ കറൻറ്റ് മിനിമം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മീറ്ററും ഉണ്ടാവും, വോൾട്ട് മീറ്ററും ഒക്കെ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടുത്തെ അമ്മീറ്റർ ഷോ ചെയ്യുന്ന റീഡിങ് എന്തായിരിക്കും? യുവർ അമ്മീറ്റർ റീഡിങ് വിൽ ബി വാട്ട്? ഇറ്റ് വിൽ ബി ഷോയിങ് ഓൺലി എ മിനിമം റീഡിങ്. ക്ലിയർ? അങ്ങനെ അമ്മീറ്റർ മിനിമം റീഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം വോൾട്ട് മീറ്റർ എന്താണ് റീഡ് ചെയ്യുകയെന്ന് വെച്ചാൽ യുവർ വോൾട്ട് മീറ്റർ റീഡ്സ് മാക്സിമം. ക്ലിയർ? അപ്പോൾ അങ്ങനെ അമ്മീറ്റർ റീഡ് ചെയ്യുന്നു, അമ്മീറ്റർ മിനിമം റീഡ് ചെയ്യുന്നു, വോൾട്ട് മീറ്റർ മാക്സിമം റീഡ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഓൾട്ടർനേറ്റർ ഓഫർ ചെയ്യുന്ന എഫക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. അതാണ് XD. ക്ലിയർ? അപ്പോൾ ആ XD എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദ ഫോർമുല വിൽ ബി Vmax ഡിവൈഡഡ് ബൈ I minimum പെർ ഫേസ്. ക്ലിയർ? അതിൽ V മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് മാക്സിമം, അതാണ് Vmax. അമ്മീറ്റർ മിനിമം എന്ന് വെച്ചാൽ അമ്മീറ്ററിൻ്റെ റീഡിങ് എന്താണ്? മിനിമം. അപ്പോൾ XDനെ കുറിച്ച് പറയാനുള്ളത് XD is equal to Vmax divided by Vmax divided by I minimum. ഇതാണ് നമുക്ക് സ്ലിപ്പ് ടെസ്റ്റിൽ കിട്ടുന്ന നമ്മൾക്ക് XD നമുക്ക് കിട്ടുന്ന വാല്യൂ. ക്ലിയർ? ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് our second case is when armature poles, okay, when armature poles or MMF is aligning with the Q axis. നമ്മൾ നേരത്തെ D ആക്സിസ് പറഞ്ഞ പോലെ ഇനി ഏത് ആക്സിസിലാണ് അലൈൻ ചെയ്യുന്നത്? Q ആക്സിസിലാണ് അലൈൻ ചെയ്യുന്നത് വിചാരിക്കും. അങ്ങനെ Q ആക്സിസിൽ അലൈൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? എയർ ഗ്യാപ്പ് എന്തായിരിക്കും? എയർ ഗ്യാപ്പ് ഈസ് മാക്സിമം. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ റിലക്റ്റൻസും എന്തായിരിക്കും? എയർ ഗ്യാപ്പും റിലക്റ്റൻസും പ്രപ്പോർഷനാണ്. അതുകൊണ്ട് തന്നെ റിലക്റ്റൻസും എന്താണ്? മാക്സിമം ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കറണ്ടും എന്തായിരിക്കണം? കറണ്ട് ഷുഡ് ബി ഓൾസോ മാക്സിമം ആയിരിക്കണം. ക്ലിയർ? അങ്ങനെ കറണ്ട് മാക്സിമം ആകുമ്പോൾ നമ്മുടെ അമ്മീറ്ററിൻ്റെ റീഡിങ് എന്തായിരിക്കും? എന്ത് റീഡിങ് നടത്തും? ഇറ്റ് വിൽ ബി ഷോയിങ് മാക്സിമം റീഡിങ്. whereas നമ്മുടെ വോൾട്ട് മീറ്റർ എന്ത് റീഡിങ് കൊടുക്കും? ഇറ്റ് വിൽ ബി ഷോയിങ് മിനിമം റീഡിങ്. ഓക്കെ, അങ്ങനെ അമ്മീറ്റർ മാക്സിമം റീഡിങ് കാണിക്കുന്നു, വോൾട്ട് മീറ്റർ മിനിമം റീഡിങ് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ആക്ച്വലി അതാണ് നമ്മളുടെ XQ. ക്ലിയർ? അങ്ങനെ ഓഫർ ചെയ്യുന്ന XQ ആണ് എങ്ങനെ വരുന്നത്? ഇറ്റ് വിൽ ബി V minimum per phase divided by I maximum per phase. ക്ലിയർ? സോ രണ്ട് ഫോർമുല ആകെ പഠിക്കാനുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. രണ്ട് ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് XQ ആൻഡ് XD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Vmax divided by I minimum and your XQ is V minimum divided by I maximum. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിങ് ഏതാണ് തരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കും. അപ്പോൾ അതാണ് XDയും XQവും. ക്ലിയർ അല്ലേ?
സോ ദിസ് ഈസ് അവർ സ്ലിപ്പ് ടെസ്റ്റ്. അപ്പോൾ സ്ലിപ്പ് ടെസ്റ്റ് കാണുന്നത് ഈ എക്സ് ഡിയും എക്സ് ക്യൂവും കാണാൻ വേണ്ടിയാണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ ഫോമുലയും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ലിപ്പ് ടെസ്റ്റിൽ പറഞ്ഞത്. സ്ലിപ്പ് ടെസ്റ്റിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇനി പോകുന്നത് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ പേരാണ് പവർ ഫ്ലോ. ഓക്കെ, പവർ ഫ്ലോ ഇക്വേഷൻ, പവർ ഫ്ലോ ഇക്വേഷൻസ് ഓഫ് ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫ്ലോ ഇക്വേഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫ്ലോ ഇക്വേഷൻസിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ഫ്ലോ തന്നെ രണ്ടിലും വരാം. അതായത് രണ്ടിലും വെച്ചാൽ രണ്ട് പവർ ഫ്ലോ ഇക്വേഷനുകൾ ഏതൊക്കെ വരാം? നമ്മൾക്ക് സിലിണ്ടറിക്കൽ റോട്ടറിലും വരാം, അറ്റ് ദ സെയിം ടൈം സാലിയൻ പോൾ റോട്ടറിലും വരാം. ഓക്കെ, സിലിണ്ടറിക്കൽ റോട്ടറിലും വരാം, അറ്റ് ദ സെയിം ടൈം സാലിയൻ പോൾ റോട്ടറിലും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫസ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് അവർ സിലിണ്ടറിക്കൽ റോട്ടർ. ഓക്കെ, സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ പവർ ഫ്ലോ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ആദ്യം ചെറിയൊരു ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഡോ ഇത് ആർ എ, ഇത് എക്സ് എസ്, ഇതിലുള്ളതാണ് ഐ എ. ക്ലിയർ? രണ്ട് നോട്ടതാണ് ടെർമിനൽ വോൾട്ടേജ് വി ലെസ് ദാൻ 0. ക്ലിയർ? അപ്പം നമ്മളുടെ ഈ ആർ എയും ഉണ്ട് എക്സ് എസും ഉണ്ട്. ഈ ആർ എ എക്സ് എസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇമ്പിഡൻസിന് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ എ പ്ലസ് ജെ എക്സ് എസ് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, സിമിലർലി ഇവിടെ എഴുതുന്നു ആർ എ പ്ലസ് ജെ എക്സ് എസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ ഇ എം എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. അതായത് ടോട്ടൽ വോൾട്ടേജ് ഇ എന്ന് പറഞ്ഞിട്ട് വിൽ ബി വി പ്ലസ് ഐ എ ഇൻറ്റു സെഡ് എസ്. ശരിയല്ലേ? നിങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെർമിനൽ വോൾട്ടേജ് പ്ലസ് നമ്മളവിടുത്തെ ഇമ്പിഡൻസിൻ്റെ പ്രൊഡക്റ്റ് അല്ലെ, കറണ്ടിൻ്റെ പ്രൊഡക്റ്റ്, അതാണ് ഐ എ ഇൻറ്റു സെഡ് എസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഐ എ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ സെഡ് എസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇ ആംഗിൾ ഡോ ആണ്. സിമിലർലി മൈനസ് ഓഫ് വി ആംഗിൾ 0 ഡിവൈഡഡ് ബൈ സെഡ് എസ്. ഈ സെഡ് എസും ഒരു ആംഗിൾ ഉണ്ട്, കാരണം ഇവിടെ ഒരു ആംഗിൾ, ഈ രണ്ടിനും നമ്മളൊരു ആംഗിൾ മേക്ക് ചെയ്യുള്ളൂ, അതാണ് തീറ്റ. ഓക്കെ, അതുകൂടെ എഴുതുവാണ് സെഡ് ആംഗിൾ തീറ്റ. ഓക്കെ, ദെൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നു. നമ്മൾ ഈ തീറ്റനെ അല്ലെ ഇ ബൈ സെഡ് എസിന് മാത്രം എടുത്ത് എഴുതുന്നു. ആംഗിൾ എന്ത് വരും? ഡോ മൈനസ് തീറ്റ വരും. ശരിയല്ലേ? മൈനസ് തീറ്റ മുകളിലേക്ക് വരും. മൈനസ് വി ബൈ സെഡ് എസ് ഇൻറ്റു ആംഗിൾ ഇറ്റ് വിൽ ബി മൈനസ് തീറ്റ. 0 മൈനസ് തീറ്റ, അപ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് തീറ്റ. ഓക്കെ, ദെൻ നമ്മൾക്ക് അത് കഴിഞ്ഞ് എന്ത് കിട്ടുന്നു? അത് കഴിഞ്ഞ് യു വിൽ ബി ഗെറ്റിംഗ് ഇപ്പോൾ ഐ എ കിട്ടി അല്ലേ? ഇനി നമുക്ക് നമ്മൾ ശരിക്കും ആക്ച്വലി കോംപ്ലക്സ് പവറാണ് കാണുന്നത്. അപ്പോൾ കോംപ്ലക്സ് പവറാണ് നമ്മൾ ഐ എ സ്റ്റാർ എടുക്കണം. ഐ എ സ്റ്റാർ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സാധനം, നിലവിലുള്ള സാധനത്തിൻ്റെ ഒക്കെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി തീറ്റ മൈനസ് ഡോ, നേരെ റിവേഴ്സ് വരും. മൈനസ് വി ബൈ സെഡ് എസ് ഇൻറ്റു ആംഗിൾ മൈനസ് തീറ്റ ആയിരുന്നത് എന്താവും? തീറ്റയാവും. ക്ലിയർ? ഇതാണ് ഐ എ സ്റ്റാർ ഉള്ളത്. ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് എടുക്കണം? കോംപ്ലക്സ് പവറാണ് ഔട്ട്പുട്ടിൽ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് പവർ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് കോംപ്ലക്സ് പവർ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? പി പ്ലസ് ജെ ക്യൂ എന്നും പറഞ്ഞ് എഴുതാറുണ്ട്. ശരിയല്ല? അടുത്തതിൽ എഴുതാം. അതായത് കോംപ്ലക്സ് പവർ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പി പ്ലസ് ജെ ക്യൂ. ഓക്കെ, അപ്പോൾ പി പ്ലസ് ജെ ക്യൂ കാണാൻ വേണ്ടി നമ്മൾ പവറിന് എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പോൾ വി ഇൻറ്റു ഐ എ സ്റ്റാർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വി നമുക്ക് ഓൾറെഡി അറിയാം, വി ആംഗിൾ എന്താണ്? 0. ഓക്കെ, ഐ എ സ്റ്റാർ എന്തായിരുന്നു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എന്താണ്? ഇ ആംഗിൾ തീറ്റ മൈനസ് ഡോ ഡിവൈഡഡ് ബൈ സെഡ് എസ് മൈനസ് വി ആംഗിൾ തീറ്റ ഡിവൈഡഡ് ബൈ സെഡ് എസ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഇ വി ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ മൈനസ് ഡോ മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് ഏത് ഫോമിലാണ്? നമുക്ക് ആക്ച്വലി രണ്ട് ഫോമുകളുണ്ടല്ലോ. നമ്മൾ പോളാർ ഫോമുണ്ട്, റെക്റ്റാങ്കുലർ ഫോമുണ്ട്. ശരിയല്ലേ? ഇത് ഏതിലാണ്? നമ്മൾക്ക് എഴുതാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു
എ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എഴുതാറുണ്ട് എ കോസ് തീറ്റ പ്ലസ് ജെ എ സൈൻ തീറ്റ അല്ലെങ്കിൽ ജെ എ സൈൻ തീറ്റ എന്ന് എഴുതാറില്ലേ, ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ടേമും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ എന്ത് വരും? ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് ഡോ പ്ലസ് ജെ ഇൻറ്റു ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ. ക്ലിയർ? സിമിലർലി മൈനസ് ഓഫ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ പ്ലസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു ജെ ഉണ്ടാവും, ജെ ഇൻറ്റു വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ? ഇത് നമ്മൾ കോസിൻ്റെ ടേംസിലൊക്കെ ഒരുമിച്ച് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് ഡോ മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് നമ്മൾ ജെയുടെ ടേംസിൽ ഒരുമിച്ച് എടുക്കുകയാണ്. അപ്പോൾ ജെ ഇൻറ്റു ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ? അപ്പം നമ്മളിപ്പോൾ എന്ത് ഫോമിലാണ് എഴുതിയത്? നമ്മളിപ്പോൾ രണ്ടെണ്ണവും നമ്മൾ സെപ്പറേറ്റഡ് ഫോമിൽ നമ്മൾ കോംപ്ലക്സ് പവർ എഴുതാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആക്കി എഴുതി അല്ലേ? അപ്പോൾ സെപ്പറേറ്റ് ആക്കി എഴുതിയപ്പോൾ നമ്മൾക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എസ് ഈക്വൽ ടു പി പ്ലസ് ജെ ഇൻറ്റു ക്യൂ ഫോർമാറ്റിലല്ലേ ഉള്ളത്. അതായത് നിങ്ങളിവിടെ എഴുതി വെച്ച ഈ സാധനം ആരാണ്? പിയും ഈ എഴുതി വെച്ച സാധനം ക്യൂ അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കോംപ്ലക്സ് പവർ എസ്സിൽ പിയും ക്യൂവും കിട്ടി. ഈ പിയും ക്യൂ എന്താണ്? ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും ആണ്. ഓക്കെ, ആ ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ദാറ്റ് ആക്റ്റീവ് പവർ പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഡോ മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ. ദെൻ റിയാക്റ്റീവ് പവർ Q is equal to EV by ZS into sin of theta minus dou minus V square by ZS into sin theta. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് ഏത് ഇക്വേഷൻസ് കിട്ടി? നമ്മളുടെ ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കിട്ടി. ഇതാണ് പവർ ഫ്ലോ ഇക്വേഷനിലെ നമ്മളുടെ സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ ആക്റ്റീവ് പവറും അതുപോലെ തന്നെ റിയാക്റ്റീവ് പവറും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സം ടേംസ്. അതായത് നമ്മൾ RA0 എടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം ZS ഈക്വൽ ടു XS എന്ന് എടുക്കുന്നു. സിമിലർലി തീറ്റ നമ്മൾ 90 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു 3 കണ്ടീഷനിലും നമ്മളുടെ പവറിൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ആ പവറിൻ്റെ ഇക്വേഷനാണ് P ഈസ് ഈക്വൽ, നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് RA0 കൊടുക്കുന്നു, ZS വരെ XS ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇ വി ബൈ XS, ശരിയല്ലേ? കോസ് ഓഫ് തീറ്റ 90 മൈനസ് ഡോ ആണ്. അപ്പോൾ 90 മൈനസ് ഡോ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി സൈൻ ഡോ, ശരിയല്ലേ? സോ ഇറ്റ് വിൽ ബി സൈൻ ഡോ. ദെൻ ക്യൂ എഴുതുക. ഇവിടെ കോസ് 90 അല്ലേ, കോസ് 90 0 അല്ല, അപ്പോൾ ഈ ടേം ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇവിടെ ഇത് നോക്കുക. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? ഇ വി ബൈ ZS എന്ന് പറയും XS അല്ലേ? സോ ഇ വി ബൈ XS into sin of theta minus dou എന്ന് പറഞ്ഞാൽ sin of 90 minus dou, so it will be cos dou minus v square by XS into sin 90. sin 90 എന്ന് പറഞ്ഞാൽ it will be 1 തന്നെ. സോ ഇതിൻ്റെ അകത്ത് നിന്ന് v മാത്രം പുറത്തെടുക്കുക, അപ്പോൾ XS എടുക്കുക. അപ്പോൾ v by XS into e cos dou minus v. ക്ലിയർ? ഇതാണ് നമ്മളുടെ എന്ത്? റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ഈ ഒരു കണ്ടീഷനിൽ. സോ ഈ ഒരു കണ്ടീഷനിൽ ഇതാണ് റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ. P is equal to EV by XS into sin dou. Similarly Q is equal to V by XS into E cos dou minus V. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ 2 ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് മാക്സിമം പവർ കാണണം. അതും കൂടി കണ്ടുപിടിക്കാനുണ്ട് ഇതിൽ. സോ വി ഹാവ് ടു റൈറ്റ് കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഔട്ട്പുട്ട്. മാക്സിമം പവർ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാക്സിമം പവർ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പവറിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്താണ്?
അപ്പോൾ മാക്സിമം പവർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മാക്സിമം പവറിൽ നമ്മൾ ആക്റ്റീവ് പവർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് ഡോ മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ. ആക്റ്റീവ് പവർ അല്ലെങ്കിൽ മാക്സിമം പവർ കാണാനുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞാൽ ഡി പി ബൈ ഡി ഡോ ഈക്വൽ ടു 0 എടുക്കണം. ഓക്കെ, എന്താണ് ഡി പി ബൈ ഡി ഡോ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇ വി ബൈ സെഡ് എസ് ഡി പി ബൈ ഡി ഡോ വിൽ ബി ഈക്വൽ ടു ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ ഈ ടെർമിനോളജി 0 ആവണമെങ്കിൽ യു മസ്റ്റ് ബി ഗെറ്റിംഗ് സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ ഈക്വൽ ടു 0. അതായത് സൈൻ 0 ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. ശരിയല്ലേ? സോ തീറ്റ മൈനസ് ഡോ ഈക്വൽ ടു 0, അതർവൈസ് തീറ്റ ഈക്വൽ ടു ഡോ. ക്ലിയർ? ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഈ തീറ്റ ഈക്വൽ ടു ഡോ ആണ് ഏതിൻ്റെ കണ്ടീഷൻ? കണ്ടീഷൻ ഫോർ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ. അപ്പോൾ മാക്സിമം പവർ കിട്ടുന്ന കണ്ടീഷനാണ് തീറ്റ ഈക്വൽ ടു ഡോ. ശരിയല്ല? അപ്പോൾ ആ തീറ്റ ഈക്വൽ ടു ഡോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ, കിട്ടുന്ന പവറാണ് മാക്സിമം പവർ. സോ പി മാക്സ് വിൽ ബി ഇ വി ബൈ സെഡ് എസ്, കാരണം കോസ് തീറ്റ ഡോ എന്ന് പറഞ്ഞാൽ ഡോ മൈനസ് ഡോ 0, കോസ് 0 1 ആണ് അല്ലേ. പി വി ബൈ സെഡ് എസ് മൈനസ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ? ഇതാണ് നമ്മളെ മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 2-3 ഇക്വേഷനുകൾ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ ഇത്, മാക്സിമം പവറിൻ്റെ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക, തീറ്റ ഈക്വൽ ടു ഡോ. ദെൻ നമ്മളുടെ ഈ കണ്ടീഷനിൽ തീറ്റ 90 സെഡ് എന്നുള്ള കണ്ടീഷനിലെ പവറും പിയും ക്യൂവും എടുക്കുക. സാധാരണ പിയും ക്യൂവിൻ്റെ ആക്റ്റീവ് പവർ റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പവർ ഫ്ലോ ഇക്വേഷൻസ്. ഏതൊക്കെ? പി ആയാലും ക്യൂ ആയാലും മാക്സിമം പവർ ആയാലും ദീസ് ആർ ദ പവർ ഫ്ലോ ഇക്വേഷൻസ് ഓഫ് യുവർ ഓൾട്ടർനേറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഏതിൻ്റെയാണ് പഠിച്ചത്? ഓൾട്ടർനേറ്ററിൽ ഏതിൻ്റെയാണ് പഠിച്ചത്? സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെയാണ് പഠിച്ചത്. ഇനി നമുക്ക് ഏതിൻ്റെയും പഠിക്കാനുണ്ട് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഏതിൻ്റെ ഡിറൈവ് ചെയ്യാനുണ്ട്? നമ്മൾ സാലൻ്റ് പോളിൻ്റെയും അറിയാനുണ്ട്. അപ്പോൾ സാലൻ്റ് പോളിന് പക്ഷേ ഇതുമല്ല വരും, കുറച്ച് മാറ്റങ്ങളും വരും. സാലൻ്റ് പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാലൻ്റ് പോളിൻ്റെ പവർ ഫ്ലോ ഇക്വേഷൻസും കൂടിയും എഴുതാനുണ്ട്. നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇത്രയും നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.